BJPക്ക് പബ്ലിക് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ബിക്കോസ് an educated youth will definitely stand against them. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് BJP RSSനുള്ള ഏറ്റവും വലിയ ത്രെറ്റ്. കാരണം an educated public is going to stand against their agenda. അവർക്ക് ഹിന്ദു മുസ്ലിം അജണ്ട, മന്ദിർ മസ്ജിദ് അജണ്ട ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പോപ്പുലേഷൻ ഇവിടെ ഉണ്ടാവേണ്ട ഒരു നെസസിറ്റി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പബ്ലിക് എഡ്യൂക്കേഷനിൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തൊഴിലില്ല. ഇവിടെ ഞാനിപ്പോ PhD ചെയ്യാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഒരു 2 വർഷം കഴിഞ്ഞ് എന്റെ PhD കഴിയുമ്പോൾ എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ട ഏറ്റവും വലിയ എലിജിബിലിറ്റി എന്ന് പറയുന്നത് PhD അല്ല, RSSന്റെ ശാഖയിൽ അറ്റൻഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നോക്കിയിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ഗസ്റ്റ് ലെക്ചറായിട്ടും ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ വിളിക്കുന്നു കോക്രോച്ച് എന്ന്. നമ്മളിവിടെ എലിജിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഒരു നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUയിലും ഒക്കെ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി ഹോസ്റ്റൽ ഇല്ലാത്ത ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ സ്ഥലത്ത് പഠിക്കുമ്പോൾ റെന്റ് കൊടുക്കേണ്ടി വരുന്നത് പെർ മന്ത് 12,000 to 15,000 ആണ്. അതിന്റെ കൂടെ നമ്മുടെ ഗ്യാസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളിന്റെയും തക്കാളിയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസിന് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നമ്മുടെ ഡൽഹി CM ഇന്നലെ വന്ന് പറഞ്ഞത് ഡൽഹിയിൽ വെള്ളം ഇല്ലാത്തത് വെള്ളം വരുമ്പോൾ ഇവാപറേറ്റ് ആയി പോകുന്നത് കൊണ്ടാണ്. ഈ മിനിസ്ട്രിയിൽ ആരും എഡ്യൂക്കേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു എഡ്യൂക്കേറ്റഡ് യൂത്തിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്.